ഇത് കുറുവാ സംഘമാണെന്നൊക്കെ പോലീസിന് നമുക്കൊക്കെ മനസ്സിലായത് എങ്ങനെയാ? എറണാകുളത്ത് കുറുവാ സംഘ ഭീതി ഉയർന്നതോടെ എങ്ങനെയാണ് മനസ്സിലായത്? അതായത് അതാ പറഞ്ഞത്, എറണാകുളത്തും സമീപ പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലുമൊക്കെ ഇവരുടെ CCTV പ്രധാനമായും ലഭിച്ചു. അതാണ് CCTV ഫുട്ടേജ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ചത് CCTV ലാണെന്ന് പറയാം. അപ്പൊ എന്തായി, ഡിമാൻഡ് കൂടിയിട്ടുണ്ട് ആരുടെ? CCTV. അതാണ്. അത്തരം ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും ആലുവയിൽ ഇന്നലെ മാത്രം വിറ്റുപോയത് 10-ലധികം ക്യാമറകളാണ്. അഡ്വാൻസ് CCTV ക്യാമറകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. അപ്പോൾ YS അഭിനന്ദിതമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലേക്ക്. സംസ്ഥാനം കുറുവാ സംഘ ഭീതിയിലാണ്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം നോർത്ത് പരവൂരിലും കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന ആളുകളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്നത് CCTV ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയോ എന്നതാണ്. കുറുവാ സംഘ ഭീഷണി ഭയങ്കരമായി വർദ്ധിച്ചു വരികയാണ്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തും അതിൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ്. അപ്പോൾ ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ CCTV ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചോ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ഇതേപോലുള്ള ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. നമുക്കറിയാം, മുൻകാലങ്ങളെല്ലാം ഏകദേശം ഞാൻ ഇപ്പോൾ ഒരു ഫീൽഡ് 10 വർഷത്തോളമായി. മുൻകാലങ്ങളിൽ വളരെ ഇപ്പോൾ CCTV സാധാരണ ബാങ്ക് അതേപോലെ ഫ്ലാറ്റുകളിൽ മാത്രമാണ് CCTVയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ചെറുകിട ഷോപ്പുകളാണെങ്കിലും വീടുകളാണെങ്കിലും നമ്മൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയായിട്ട് പല വർക്കുകളും ഇപ്പോൾ എനിക്ക് ഈ ഒരാഴ്ചത്തേക്കുള്ള വർക്കുകൾ ഓൾറെഡി ബുക്കഡാണ്. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഭീതിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സഹായിക്കുന്ന ആകെ ഒരു മീഡിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ CCTV മാത്രമാണ്. ജനങ്ങൾക്കൊരു പരിഭ്രാന്തിയുള്ള ഒരു അവസ്ഥയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ CCTV തീർച്ചയാണ്. കാരണം ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ പോലും ഇപ്പോൾ പോലീസ് വന്നാൽ പോലും അവർ ആദ്യം നോക്കുന്നത് CCTV ആണ്. അപ്പോൾ അവർക്ക് ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ CCTV മാറി. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് CCTV ഇപ്പോൾ സാധാരണക്കാരിലും സാധാരണ ഒരു നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഒരു 50,000 രൂപ റേഞ്ച് വന്ന ഒരു CCTV ഇപ്പോൾ ഏകദേശം ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 4 ക്യാമറ, അത് ഒരുപാട് ഫെസിലിറ്റിയോട് കൂടിയുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ ഡിറ്റക്ഷൻ, വെഹിക്കിൾ ഡിറ്റക്ഷൻ, അതേപോലെ അലാം സിസ്റ്റം എല്ലാം ഇപ്പോൾ ക്യാമറകളുണ്ട്. പറവൂരിൽ നിന്നും മറ്റേ അത്താണി ഭാഗങ്ങളിൽ നിന്നും ആലുവ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം ഒരു 10-15ഓളം വർക്കുകൾ എനിക്കിപ്പോൾ ഇതുമായി സംബന്ധിച്ച് ആ ഒരു ഭീതിയോടുകൂടി എനിക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് വ്യക്തമാക്കുന്നത്. കുറുവാ സംഘ ഭീഷണിയെ തുടർന്ന് CCTV ഉപഭോക്താക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പറവൂർ, ആലുവ, അത്താണി ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ ദരിദ്രരെന്നോ ധനികരെന്നോ വ്യത്യാസമില്ലാതെ CCTV ആവശ്യത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം YS അഭിനന്ദ്, 24. യെസ്, അപ്പോൾ അതാണ് CCTVകൾ വെക്കുന്നത് ഇതിലൊക്കെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കൃത്യമായി അവരെ ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ഇപ്പോൾ പോലീസ് പോലും ആശ്രയിക്കുന്നത് CCTVകളാണെന്ന് നമുക്കറിയാം.